ചേച്ചി പ്ലീസ് ഒന്ന് അകലേക്ക് വരുമോ? എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേര് വെച്ചതാ. അല്ല വേണ്ട. എന്തൊക്കെയായാലും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, പോരാത്തതിന് ഇപ്പോൾ അടുത്തടുത്ത കോളേജിലും. അപ്പം പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിച്ചൂടെ? നാട്ടിൽ നിന്ന് അവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടു ചേർത്ത്. എന്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ടേ. നീ ടെൻഷൻ എടാ വേട്ടമളിയാ, എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. നല്ല കുട്ടി. നിന്റെ ശല്യം കാരണം അവള് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നല്ലടാ. അവളങ്ങനെ പറഞ്ഞാ. അത് മാത്രമല്ല, എന്റെ പൊന്നു കേട്ട എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ഒറ്റ പോ ഒച്ചിട്ട് വെച്ചിരുന്നു. ബാംഗ്ലൂർക്ക് വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് അതാ പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. ಯಾಕೋ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀರಾ? അവളെ കാണാമെന്ന് ಈಗ ವಾರ್ನಿಂಗ್ ಕೊಟ್ಟಿದ್ದೆ. അങ്ങനെ എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ ഇവിടെ കളഞ്ഞുപോയി. അല്ലെങ്കിൽ നമ്മളാണുങ്ങൾ ഇങ്ങനെയാ, എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമുക്ക് കാത്തുവെച്ച് നമ്മുടെ മുന്നിലെത്തിയ നമ്മൾ പഴയതെല്ലാം മറക്കും. തോന്നിയ നേരത്തെ ചെക്കൻ്റെ വരവ് മഴയിൽ നനഞ്ഞ് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാ വിചാരം. നനഞ്ഞിണ്ടല്ലോ, മഴയാണോ? നീ എന്താ ഓടഞ്ഞു? അല്ല, നേരത്തെ വന്നിരുന്നെങ്കിൽ ഡാൻസ് കളിക്കായിരുന്നു. കിട്ടിയായിരുന്നോ? ഇപ്പം പോയാ ഞാൻ എപ്പോഴാ പറഞ്ഞില്ലേ, വേറെ ഇറച്ചി കിട്ടിക്കണം. ഷൂ കണ്ടാ അറിയാം. ഇത് ഇവിടെ കിട്ടിയാ പോരെ? ആ, ഇത് ഇങ്ങനെ ഒന്നുകൂടെ ചുറ്റി തിരിച്ച്. ശരി, ഇങ്ങോട്ട് കേട്ടല്ലേ? അതെ. ഹായ്. ഹായ്. ഹലോ. എപ്പോഴും ഈ സമയത്താണോ ഓട്ടം? എപ്പോഴും ഈ സമയത്താണോ ജോഗിങ്? 2 വർഷമായിട്ട്. രണ്ടു വർഷമായിട്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ? താൻ പാടുവോ? ഇല്ല. ഞാൻ പാടും.
ഓ ഉദയനാണ് താരം സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനതിൽ പാടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ഹെഡ്ഫോൺസ്, വൈറ്റ്. പക്ഷെ ഞാൻ ജോഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ അടുത്ത ആരിൽ നിന്ന് സംസാരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ആരാ ഫേവറേറ്റ് മ്യൂസീഷ്യൻ? യാനി. ഓ യാനി. യാനിയാ? യാനിയാ? എടാ നിനക്ക് യാനിനെ അറിയില്ല? ഓ പൂർ പീപ്പിൾ. യാനി ഈസ് എ ഗ്രീക്ക് മ്യൂസിക് കമ്പോസർ, ബോൺ ഓൺ November 14th. He has spent his adult life in United States. He predominantly focused on instruments. ഞാനിവിടെ മോർണിംഗ് ലൈറ്റ്സ് കേട്ടിട്ടുണ്ടോ? ടിങ് 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 ടിങ്. ഓഫ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ അയാളുടെ ഒരൊറ്റ പാട്ടേ കേട്ടിട്ടുള്ളൂ. ഹേയ്, ഹായ്. ഇന്നത്തെ ഒറ്റയ്ക്കായി പോയേ? നന്നായി. ഭയങ്കര സീരിയസ് ആണ് അയാൾ. ഏയ് പാവോ. ആക്ച്വലി ഷീസ് മൈ ബെസ്റ്റി. സംസാരിക്കണേൽ നല്ല കമ്പനി ആവണം. ഇയാള് പിന്നെ വേറെ സിനിമയിലൊന്നും പാടിയില്ലേ? അത് പിന്നെ ഈ കോളേജും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് പിന്നെ മ്യൂസിക് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കോൺസേർട്ട് വരുന്നുണ്ട്. കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണോ? പിന്നെ ടിക്കറ്റൊക്കെ ഒരാഴ്ച മുമ്പ് സോൾഡ് ഔട്ട് ആയില്ലേ? AR റഹ്മാൻ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. ഈ ഡിസംബറിൽ പുള്ളിയുടെ ഒരു വേൾഡ് ടൂർ വരുന്നുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ളവരെയൊക്കെ പുള്ളി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പോ അതിനൊരുപാട് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഓ അതിനൊക്കെ എവിടെ സമയം? ഇവിടെയുള്ള ഈ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ടല്ലോ, താജ്, മെറിഡിയൻ, ലീല, അവിടെയൊക്കെ ആയിരിക്കും മിക്കവാറും എൻ്റെ രാത്രികൾ. ഈ വെസ്റ്റ് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല പല സിംഹങ്ങളായിട്ട് ഞാനിങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഒരു സൂഫി കവാലി ലൈനായിരിക്കും. ഇന്ന് രാത്രി ഉണ്ട് ഒരു മുട്ടൽ പ്രോഗ്രാം. ആ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതൊന്നും തുറന്നു പറയാൻ പറ്റാതെ 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അറിയോ, ഞാനന്ന് പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. ഭയങ്കര ഡ്രാമ കയറുന്നു. ഇത് വേണ്ട, കുറച്ചും കൂടെ നാച്ചുറലായിട്ട്. ഞാനൊന്ന് പറഞ്ഞതിൽ 2 കാര്യം മാത്രം കള്ളായിരുന്നു. ബാക്കി മുഴുവൻ സത്യമായിരുന്നു. സത്യം. ഹലോ, കിട്ടി കിട്ടി. കിട്ടി കിട്ടി. എനിക്ക് പിടിച്ചാ കിട്ടൂല. എടാ നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വേറെ ആരും അടിച്ചത്, നിന്റെ പെണ്ണല്ലേ. നീ ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അവളുടെ മുഖത്തിനൊന്ന് തിരിച്ചു കൊടുത്തോ. എങ്ങനെയുണ്ട്? അപ്പൊ നിന്റെ പ്രശ്നം തീരില്ലേ? ഞാൻ പുറത്തിരുന്നൊന്ന് ആലോചിക്കട്ടെ.
സ്റ്റോപ്പ്. എന്താ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ടേ ഞാൻ വിടുള്ളൂ. 3-4 ദിവസമല്ല പുറകെ കൂടിയിട്ട് എന്താ അത്ര വലിയ കാര്യം? ഞാനത് പറഞ്ഞില്ലേ, അത് മുഴുവൻ സത്യമോ. അതിൽ ഒരു കാര്യം മാത്രം നുണയുള്ളൂ. ഓ സത്യമായിട്ടും